ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ, എനിക്ക് സുഖമാണ്. അപ്പം ഇന്നൊരു നല്ല ക്ലൈമറ്റാണ്. ഇപ്പം ഞാനുള്ളത് വെളിയിലേക്ക് പോവാം കേട്ടോ. ഞാൻ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ചെറിയൊരു ട്രാക്ക് പാൻറ്റും അതുപോലെ തന്നെ ഒരു ടീഷർട്ട് മാത്രമേ വെയർ ചെയ്തിട്ടുള്ളൂ. ഇതിടുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. ബിക്കോസ് നമ്മൾ നാട്ടിലിങ്ങനെ ഷോർട്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ആണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഡ്രസ്സപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് ഗുഡ്. ഞാനിപ്പോൾ പോകുന്നത്, എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്, അപ്പോൾ അത് കളക്ട് ചെയ്യണം. പിന്നെ കുറച്ച് ഗ്രോസറി മേടിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോവാണ്. നല്ല വെതർ എന്ന് പറഞ്ഞാൽ അടിപൊളി വെതറാണ്. ഇന്നിവിടെ മിഡ് സമ്മറാണ് കേട്ടോ. ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്ലൈമറ്റ് ആണെന്നാണ് പറയണത്. സോ എന്താ പറയുക, അതിൻ്റെ ഒരു ഹാപ്പിയിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ സമ്മർ ആയതിന് ശേഷവും ഞാൻ വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കാറുണ്ട്. സംടൈംസ് എനിക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ടാവും വിറ്റാമിൻ ഡി എടുത്തിട്ടില്ലെങ്കിൽ. സോ ഞാനത് എടുക്കാറുണ്ടായിരുന്നു. ബട്ട് ഇന്ന് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ഇന്ന് എനിക്ക് ആവശ്യത്തിലധികം സൺലൈറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. കാരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെ വരാം, കുറച്ച് നേരം കറങ്ങിയിട്ട് നടന്നിട്ട് വരാമെന്ന് വെച്ചിട്ടായിരുന്നു. മേ ബി അൻഫിയയുടെ അടുത്തേക്ക് പോകണം വൈകുന്നേരത്ത്. അപ്പോൾ അവളൊന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ട്, ഉറപ്പില്ല. പിന്നെ എന്താണ്, ക്യാൻസ് എടുക്കണമെന്നുണ്ടായിരുന്നു. ക്യാൻസ് എടുക്കാനായിട്ട് നിന്നപ്പോൾ ഇന്ന് ഞാൻ എണ്ണയൊക്കെ തേച്ച് തലയൊക്കെ തേച്ച് കുളിച്ചു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ക്യാൻസ് ഒക്കെ എടുക്കാനൊരു മടി. അപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. എഗെയിൻ നമ്മൾ വീട് മാറാൻ പോവുകയാണ് ജൂലൈ 1 അപ്പം അത് എൻ്റെ 3rd വീടാണ് കേട്ടോ. ഓക്കെ, അത് ഇപ്പം നമ്മൾ താമസിക്കുന്നത് 3ാമത്തെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി പോകാൻ പോകുന്നത് 4ാമത്തെ വീട്ടിലോട്ടാണ്. ബട്ട് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മന്തിനാണ്. ആ ഫാമിലി അവർ ലൈക്ക് വെക്കേഷന് പോവാണ്, യൂറോപ്യൻ കൺട്രിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. സോ അതെടുക്കുകയാണ്. എനിക്ക് സ്റ്റുഡൻറ്റ് അപ്പാർട്ട്മെൻറ്റ് റെഡി ആയിട്ടുണ്ട്. അത് ഫ്രം ദ മന്ത് ഓഫ് ഓഗസ്റ്റ് 1 സോ അത് രണ്ടും ഒരേ ബിൽഡിംഗ് ആയതുകൊണ്ട് എനിക്ക് ഇനി അവിടുന്ന് റീലൊക്കേഷൻ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഐ വുഡ് തിങ്ക് ദാറ്റ് ഇറ്റ്സ് പ്രെറ്റി ഈസിയർ. സോ ലൈക്ക് എന്താ പറയുക, അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പം ഞാൻ ഹോപ്പ് യു ഓൾ നോ ദാറ്റ് ഞാൻ അക്കോമഡേഷൻ അസിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. അതിലിപ്പം സക്സസ്ഫുള്ളി 3 പേരുടെ എഗ്രിമെൻറ്റ്സ് ഒക്കെ സൈൻ ചെയ്തു. അവർക്ക് ഇൻവോയ്സ് 2 പേര് ഇൻവോയ്സിന് വെയിറ്റ് ചെയ്യുന്നു. ഒരാൾക്ക് ഇൻവോയ്സ് റിസീവ് ചെയ്ത് അയാൾ പേയ്മെൻറ്റ് ചെയ്തു അക്കോമഡേഷന്. അപ്പം ഭയങ്കര സന്തോഷം. നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പം. ഇനിയിപ്പം ഒരു 2-3 പേരും കൂടെ ക്യൂവിലുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഡിസൈഡ് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ട്. കൺഫർമേഷൻ പറഞ്ഞിട്ടുള്ളൊരു 4-5 പേരുണ്ട്. അപ്പം എനിക്കൊരു മാക്സിമം 10 എന്നുള്ളതാണ് ഞാൻ വെച്ചേക്കുന്നത്. ബട്ട് ഐ ആം ഗെറ്റിംഗ് ലോഡ്സ് ഓഫ് എൻക്വയറീസ്. പക്ഷേ എനിക്കതൊക്കെ കൂടെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇനിയിപ്പോൾ 1 മന്തും കൂടെ ഉള്ളൂ. ഓഗസ്റ്റ് ആകുമ്പോഴേക്കും ഇവർക്ക് വരണം. അപ്പം അതെനിക്കൊരു വളരെ ചെറിയ ടൈമാണ്. സോ അതുകൊണ്ട് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനിയിപ്പം എനിക്ക് മെയിനായിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു 3 പേരും കൂടെ ഉണ്ട്. അതും കൂടെ ചെയ്ത് കൊടുത്താൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ അഡ്വാൻസ് പേയ്മെൻറ്റിന് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാനത് മേടിക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. എനിക്കത് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാത്തതുകൊണ്ട് ചിലപ്പോഴേ ഉള്ളൂ ഞാനത് മേടിക്കുള്ളൂ. അവരോട് ഞാൻ വേറെ നോക്കാനായിട്ട് പറയേണ്ടി വരും. ബിക്കോസ് അവർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് മോർ ദാൻ 1 മന്തായി. പക്ഷേ അവരിങ്ങനെ കൺഫർമേഷൻ പറയാതെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഐ തിങ്ക് ദേ ആർ ലുക്കിംഗ് ഫോർ സംതിങ് എൽസോ. ഞാൻ അവരോട് അങ്ങനെ പറയും. നമുക്ക് കമ്മിറ്റ് ചെയ്തേക്കുന്നവരോട് എന്താണെങ്കിലും ചെയ്ത് കൊടുക്കാം അറ്റ് എനി കോസ്റ്റ് എന്നുള്ളൊരു ഇതാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ റോഡ് ക്രോസ് ചെയ്തു. ഞാൻ ആദ്യം പോകുന്നത് കൊറിയർ കളക്ട് ചെയ്യാനാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ പോകുന്നത് കേട്ടോ. ഹലോ, അപ്പം ഞാനിതാ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. സോ ഈ ഇന്ത്യൻ സ്റ്റോർ വന്നിട്ട് വാർവാദ സ്റ്റോറിയൊക്കെ നമ്മുടെ സ്റ്റോപ്പിലാണ്. എനിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ ഈ ആൽബം എന്ന സ്ഥലത്തൊരു ഇന്ത്യൻ സ്റ്റോർ കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ ഹിസിങ്കനിൽ 2 ഇന്ത്യൻ സ്റ്റോർ അടുത്തടുത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടത്തേക്ക് വെച്ച് നോക്കുമ്പോൾ പ്രൈസിൽ കുറച്ച് എന്താ പറയുക, നല്ല ഭയങ്കര വേരിയൻ്റ് അല്ല, കുറച്ചൊക്കെ നമുക്ക്
റീസണബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവർ നമ്മൾ സ്റ്റുഡൻ്റാണെന്ന് പറയുമ്പോൾ നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ടൊക്കെ തരുമെന്ന് വെച്ചാൽ ഇവർ 5 crowns 10 crowns ഒക്കെ നമുക്ക് ഡിസ്കൗണ്ടും തരാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ വാർവാദ സ്റ്റോറി ഗെറ്റ് മെയിൻ. അപ്പം അവിടെ ആ കാണുന്നതാണ് ട്രാം സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് വില്ലീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രി. ഷാഹി ലീവ്സ് എന്നാണ് ഷോപ്പിൻ്റെ പേര് കേട്ടോ. ഷാഹി ലീവ്സ് എന്നാണ്. ഇത് ആക്ച്വലി ഒരു ബംഗ്ലാദേശി സ്റ്റോറാണ്. ബട്ട് ഗുഡ് കണ്ടോ. ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ഞാൻ അവരോട് വീഡിയോ എടുക്കട്ടെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഇവിടെ കുറേ സാധനങ്ങൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടെന്നാണ്. പക്ഷെ എന്നാലും നമുക്ക് വേണ്ട എല്ലാം കിട്ടും. ഇനിയിപ്പോൾ അഥവാ നമ്മളൊരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പറഞ്ഞാൽ മതി, ഇവർ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ലേഡീസ് ഉണ്ട്. 2-3 ലേഡീസ് ഉണ്ട്. പിന്നെ ഒരു ബയ്യേ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് സാധനങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്ന എല്ലാ സാധനങ്ങളും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കുറച്ചൊക്കെ തന്നെ കാണിച്ചു തരാം. ഇതൊക്കെ ബിസ്ക്കറ്റ്സ്, റസ്ക്, മറ്റതുപോലെ തന്നെ ടീ പൗഡർ, കോഫി, ജ്യൂസസ്, മിൽക്ക് പൗഡർ, കണ്ടൻസ്ഡ് മിൽക്ക്, ആൽമണ്ട്സ്, പിസ്റ്റ, കാഷ്യൂ, കോക്കനട്ട് മിൽക്ക് പൗഡർ എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ പല പല സാധനങ്ങളുമായിട്ട് നമുക്കിത് മാച്ച് ചെയ്യാം. കാരണം നമ്മുടെ നാട്ടിൽ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. കാണാറുപോലെ നിങ്ങൾക്ക് വേംസല്ലി, ഇത് അവിലൊക്കെ ഉണ്ട് കേട്ടോ. ഫ്ലേക്സ്ഡ് റൈസ് അതെല്ലാം ഉണ്ട് ഇവിടെ. ഇതെല്ലാം കിട്ടും. നമുക്ക് നാട്ടിൽ എന്തൊക്കെ വേണോ അതെല്ലാം നമുക്ക് കിട്ടും. പിന്നെന്താ ഈ യെല്ലോ കാണുന്ന കായപ്പൊടിയാണ് കേട്ടോ. ഇതൊരു സെക്ഷനാണ്. ഇവിടെ അണിയൻ വെജിറ്റബിൾസും കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിലെ കുഞ്ഞുള്ളിയില്ലേ, ഷാലറ്റ്സ്, അത് നമ്മുടെ ഇവിടുത്തെ ഷോപ്പിലൊന്നും കിട്ടില്ല. ഇന്ത്യൻ സ്റ്റോറിൽ തന്നെ വരണം. പിന്നെ ഇത് കണ്ടോ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇതൊക്കെ കിട്ടും. ഇത് പക്ഷെ വില്ലീസിലും ഐക്കയിലും ലിഡിലും കിട്ടും. സോൾട്ട് ഉണ്ട്. ഇങ്ങനെ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇങ്ങനെ വരുമ്പം ഇവിടെ നമുക്ക് പാല്, ജ്യൂസസ്, കോക്കനട്ട് വാട്ടർ, യോഗേർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇത് കുറച്ച് വെജീസ് ആണ് കേട്ടോ, വെജിറ്റബിൾസ് ആണ്. ഇതിനകത്ത് നമുക്ക് ലൈക്ക് കറി ലീവ്സ്, അതുപോലെ തന്നെ കോറിയാണ്ടർ ലീവ്സ്, പിന്നെ മിൻറ്റ് ലീവ്സ്, ഇതെന്താ ലേഡീസ് ഫിംഗർ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി എല്ലാം കിട്ടും. പിന്നെ ഇവിടെ വരുമ്പം നോക്കൂ മക്കളെ, നോക്കൂ നമ്മുടെ നാട്ടിലെ ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറയപ്പെടുന്ന പാരച്ചൂട്ട് എന്നാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം. പക്ഷെ ശരിക്കും ഞാൻ പാരച്യൂട്ട് എന്നൊക്കെ പറയുന്നു തോന്നുന്നു. പിന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഡിറ്റർജൻറ്റ്, അതുപോലെ തന്നെ നമ്മളുടെ കംഫർട്ട്സ്, ഫാബ്രിക് കണ്ടീഷണർ, ഇതൊന്നും ഞാൻ ഇവിടുന്ന് വാങ്ങിക്കാൻ സജസ്റ്റ് ചെയ്യില്ല. ഇതൊക്കെ നമുക്ക് നോർമൽ ഡോളർ സ്റ്റോർ അങ്ങനത്തെ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇതിന് നല്ല ചീപ്പായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഓയിൽസ്, പിക്കിള്, പിന്നെന്താണ് ഇത് കണ്ടില്ലേ, മസ്റ്റർഡ് ഓയിൽ, കാണുമ്പോൾ മനസ്സിലാവുത്തരുണ്ട്. ഇത് ഗീ ആണ്. മിൽക്ക് പൗഡർ, പിന്നെന്തായിരുന്നു, ഇതൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ ശർക്കര കണ്ടോ. ഞാൻ വന്നിട്ട് ഞാനൊരു പാക്കറ്റ് ശർക്കര മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതാണ് കേട്ടോ, പായസത്തിക്കൊക്കെ ഇടാൻ നല്ല സൂപ്പർ സാധനമാണ് ശർക്കര. പിന്നെ ശർക്കര ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ എനിക്കിഷ്ടമാണ് ചായയിലൊക്കെ ഇട്ട് കുടിക്കാനൊക്കെ ആയിട്ട് കേട്ടോ. ഇതുണ്ട് ഓയിൽ, റിഫൈൻഡ് ഓയിൽസും എല്ലാ തരം ഓയിൽസും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ഇന്ത്യൻ സ്റ്റോറിലും ഇല്ലാത്ത ഒരു സംഭവമാണ്, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ലൂസായിട്ട് സാധനം മേടിക്കുമല്ലോ, കടല, പയർ, ഉഴുന്ന്, പരിപ്പ്, ഗ്രീൻ ബീൻസ്, മസൂർ ദാൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ. പക്ഷെ ഇതൊക്കെ അരി, ഈവൻ അരി, ബസ്മതി റൈസ് എല്ലാം തന്നെ ഇവിടെ നമുക്ക് ലൂസായിട്ട് മേടിക്കാം. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ ഒരു പാക്കറ്റിനുള്ള പൈസ ഇല്ലെങ്കിലും ഒരു കപ്പൊക്കെ വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം മിക്കപ്പോഴും എൻ്റെ കയ്യിൽ പൈസ തയ്യാറില്ല. ഇവിടെ 2 കിലോ ഉഴുന്നൊക്കെ മേടിക്കണമെങ്കിൽ 80 crowns ഒക്കെ. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടാണ് മേടിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഫ്രോസൺ പൊറോട്ടോസ് ഉണ്ട്.
പിന്നെ ഇതൊക്കെ ഫ്രോസൺ ഫിഷാണ്. ഇവിടെ പലതരത്തിലുള്ള ഫ്രോസൺ ഫിഷുകളുണ്ട്. ഞാൻ ഫ്രോസൺ ഫിഷൊന്നും മേടിച്ചില്ല, പക്ഷെ നല്ല ഫിഷാണ് കേട്ടിട്ട്. ഞാൻ ഇവിടുന്ന് മേടിച്ചിരിക്കുന്നത് മറ്റേ സാധനമാണ്, നത്തോലി ഉണ്ടാവില്ലേ, ഞങ്ങൾ വത്തളെന്നാണ് പറയുന്നത്. വത്തൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. നമ്മളത് ഉണക്ക വത്തൾ അതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാറുണ്ട് കേട്ടോ, നല്ലതാണ്. പിന്നെ ഇതാ ഫ്രോസൺ എന്താ പറയുക, പൊറോട്ട, സമൂസ ഇതൊക്കെ ജസ്റ്റ് റെഡി ടു കുക്കാണ്. എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് 5-10 പ്രോൺസൊക്കെ നമുക്ക് ഡിസ്കൗണ്ടിലും കിട്ടും കേട്ടോ. അങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട, അതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് കണ്ടോ, ചിക്കനാണ്. ഇവിടെ നമുക്ക് ലിഡിൽ നിന്നും വില്ലീസ് നിന്നും ഒക്കെ കഴിക്കുന്ന കിട്ടുന്ന ചിക്കൻ ഹലാലല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്കത് മനസ്സിലാകും. ഞാനിപ്പോൾ പാകിസ്ഥാനി ഫാമിലീസിൻ്റെ കൂടെ താമസിക്കുമ്പോൾ അവർ കഴിക്കില്ല. അപ്പോൾ ഈ ചിലവരുണ്ട് ഹലാൽ മാത്രം കഴിക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്റ്റോറിൽ വന്നിട്ട് ഹലാൽ ചിക്കൻ മേടിച്ചിട്ട് കഴിക്കാം. ഇറ്റ്സ് ഗുഡ്. ഓക്കെ, പിന്നെ ഇവിടെ കുറേ പൗഡറാണ്. ഇവിടെ കുറേ സ്പൈസസ് ഉണ്ട് കേട്ടോ, കണ്ടോ, എല്ലാം കിട്ടും. നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും കിട്ടും. എനിക്കറിയില്ല, നമ്മൾ ഇതുണ്ടല്ലോ, പട്ട, ഗ്രാമ്പൂ, അത് പിന്നെ മഞ്ഞൾ പൊടി, മുളക് പൊടി, ഏലക്ക എല്ലാം കിട്ടും. ഇത് ഇങ്ങനെയാണ്. ഇതാണ് കേട്ടോ, ഇത് നമ്മളുടെ ഇതെനിക്കിഷ്ടമാണ് കേട്ടോ, സാബൂൻ റൈസ് അല്ലേ ഇതെനിക്ക് ഒരു ഡെസേർട്ട് ദേവിക നമ്പ്യാർ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ മാംഗോൻ്റെ പഴപ്പ് വെച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇത് മേടിക്കുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്, ഹെൽത്തി ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അഗെയിൻ നമ്മളിതാ ഇങ്ങനെ പോകുമ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ ഇവിടെ നമുക്ക് റൈസ് എന്നൊക്കെ ഞാൻ പറഞ്ഞു ലൂസായിട്ട് മേടിക്കാൻ, അല്ലാണ്ട് മേടിക്കാൻ. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ 5 കിലോ ആശീർവാദ ആട്ട ഇവിടെ മാത്രമാണ് നമുക്ക് 120 അല്ലെങ്കിൽ 110 കിട്ടുന്നത്. ബാക്കിയുള്ളതൊക്കെ 140 ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഫോർച്യൂണിൻ്റെ 5 kg ആട്ട 75 പ്രോൺസേ ഉള്ളൂ. അതൊക്കെ നമുക്ക് നല്ല ലാഭമാണ്, കാരണം മറ്റിവിടെയുള്ള ഇന്ത്യൻ സ്റ്റോറിനെ അപേക്ഷിച്ചിട്ട്. പക്ഷെ അതൊന്നും ഇവിടെ വന്ന് പറയരുത് നിങ്ങൾ, അപ്പോൾ അവർ കമ്പയർ ചെയ്യാമല്ലോ. ഈവൻ ജീരകമിഠായി വരെ ഇവിടെ ഉണ്ട്, കണ്ടോ, പൊടിയരി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്കങ്ങനെ കണ്ടത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക, കോറ എന്നാണ് പറയുന്നത്, റാഗി ഇല്ലേ പിള്ളേർക്ക് കൊടുക്കുന്ന, അതുണ്ട്. എൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കഴിക്കുന്ന സാധനമാണ് കേട്ടോ. നമുക്കങ്ങനെ കുട്ടികളൊന്നുമില്ല, എല്ലാവരും കഴിക്കുന്ന സാധനമാണ്. നമ്മുടെ സ്വന്തം ചെമ്പവരി പുട്ടുപൊടിയുണ്ട്. ഇതാണ് നല്ല പുട്ടുപൊടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ എല്ലാം ഉണ്ട്. എനിക്ക് കാണിച്ചു തരുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ലതാണ്. ഇവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം ഇവിടെയും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ എനിക്ക്. ഇത് നമ്മൾ കപ്പ ഇല്ലേ, കപ്പ കട്ട് ചെയ്തതാണ്. ഇതൊക്കെ ജസ്റ്റ് കുക്കറിലിട്ടൊന്ന് പുഴിഞ്ഞെടുക്കേണ്ട കാര്യമുള്ളൂ, അത്രയ്ക്ക് ഈസിയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ ആയിട്ട്. ഫ്രോസൺ ആയിട്ടുള്ള നമ്മളുടെ വെണ്ടയ്ക്ക ഉണ്ട്, ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മനസ്സിലായല്ലോ അല്ലേ, എന്താ ചെറിയാണ് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. അങ്ങനെയുണ്ട്. പിന്നെ ഈ സൈഡിലും ഇതുപോലെ തന്നെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വൈഡായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഉള്ള നമ്മുടെ ചിക്കൻ മസാല, മീറ്റ് മസാല, ഫിഷ് മസാല, തന്തൂരി മസാല ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലത്തെ അത്ര ടേസ്റ്റ്, ഈസ്റ്റേണിൻ്റെ ഒന്നും ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാനൊരു മസാല മേടിച്ചിട്ട്. സോ അതൊക്കെ നിങ്ങൾ മാക്സിമം നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് നോക്കുക കേട്ടോ. ഇവിടെ നമുക്ക് വീണ്ടും ഫിഷ് ഉണ്ട്. ഇതൊക്കെ ഫ്രോസൺ ആണ് കേട്ടോ. കാണുമ്പോൾ ഒരു മനസ്സിലും അത്യാവശ്യം രുചിയൊക്കെ ഉണ്ട് കഴിക്കാനായിട്ട്. ഇതാണ് ഞാൻ മേടിച്ച കൊഴുവ എന്ന് പറഞ്ഞത്. ഇച്ചിരി കുറേ കാലം നിൽക്കും കേട്ടോ അത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു, ടയർഡായി, ഇനിയിപ്പം ഉറങ്ങണം. ഇവിടെ
നല്ല വെളിച്ചം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പകലാണ്, നല്ല രാത്രിയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തെയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.